ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പലയിടങ്ങളിലും കനത്ത നാശനഷ്ടം. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെയില്ലെന്ന് മന്ത്രി കെ രാജൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. CPIM-ന്റെ M സ്വരാജ് മത്സരിക്കും. മലപ്പുറം ജില്ലയിലെ നിപ ബാധിത രോഗമുക്തയായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും നിരീക്ഷണ കാലാവധി പൂർത്തിയായി. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് നിന്ന് നക്സലിസം എത്രയും വേഗം തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ കാരാക്കാട്ടിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ എല്ലാ കോണിലും സമാധാനവും വികസനവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉച്ചയ്ക്ക് ശേഷം ഉത്തർപ്രദേശിലെത്തുന്ന ശ്രീ മോദി കാൺപൂരിൽ 20,900 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. നദീതീരത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലൂടെയുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. തലസ്ഥാനത്തുൾപ്പെടെ സംസ്ഥാനത്തുടനീളം വൈദ്യുതി ബന്ധം തകരാറിലായി. പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രാക്കിൽ വെള്ളം കയറിയും മരം വീണുമാണ് ഗതാഗത തടസ്സം നേരിട്ടത്. നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ വീഴുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ വിനിയോഗിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ. ഇന്നലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മഴയുടെ ഭാഗമായി വലിയ തരത്തിൽ മരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ്. അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാകും. അപകടം ഉണ്ടായാൽ അതിന്റെ ഫോട്ടോ എടുത്തു വെക്കണം. അവിടെ പരമാവധി വേഗത്തിൽ വില്ലേജ് ഓഫീസറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികളും ഒക്കെ വന്നു നോക്കും. കോഴിക്കോട് ജില്ലയിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. നിലവിൽ വടകര താലൂക്കിൽ 1ഉം കോഴിക്കോട് താലൂക്കിൽ 2ഉം ക്യാമ്പുകളാണുള്ളത്. ഇന്നലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങളുണ്ടായി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള കക്കയം ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് റെഡ് അലർട്ട് നിലയിലെത്തിയാൽ അധിക ജലം തുറന്നുവിടുമെന്നതിനാൽ കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂരിൽ മഴ ശക്തി പ്രാപിക്കുന്നു. വിവിധയിടങ്ങളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ താവക്കരയിൽ 50ഓളം പേരെ മാറ്റി. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള വെള്ളമുയർന്നു. യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന താവക്കരയിലാണ് വെള്ളമുയർന്നത്. വെള്ളപ്പൊക്ക ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കക്കാട് പുഴയിൽ വെള്ളം കയറുന്നതിനെ തുടർന്ന് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ വെള്ളത്തിലാണ്. ഇവിടെ നിന്ന് കുടുംബാംഗങ്ങളെ മാറ്റുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. താഴേച്ചുവ ഭാഗത്തും നിരവധി വീടുകൾ വെള്ളത്തിലായിട്ടുണ്ട്. ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനിയിലെ കോറാളി മലയിൽ സ്കറിയയുടെ തേക്കിൻ തോട്ടത്തിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. തേക്കുമരങ്ങൾ കടപുഴകി. പയ്യന്നൂർ അമ്പലത്തിനു ചുറ്റും വെള്ളം കയറിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. നിലവിൽ ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. തിരുവല്ല, ഇരിവിപേരൂർ, കോന്നി, തണ്ണിത്തോട്, മല്ലപ്പള്ളി, ആനിക്കാട് എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇടുക്കിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അതിതീവ്ര മഴയ്ക്ക് നേരിയ ശമനം. ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചതിനൊപ്പം തോട്ടം തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് ജോലിക്കാർക്കും അവധി ഏർപ്പെടുത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ചിലയിടങ്ങളിൽ പകൽ സമയവും കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
കനത്ത കാറ്റിൽ മരം വീണും മണ്ണിടിഞ്ഞും വിവിധ റോഡുകളിലെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇവ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ വീണും അപകടങ്ങളുണ്ടായി. ഇതിനു പുറമെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇടുക്കി ഡാമിൽ 5 അടിയിലേറെ വെള്ളം ഉയർന്നിട്ടുണ്ട്. മലങ്കര, പാമ്പ്ള, കല്ലാർകുട്ടി, പൊന്മുടി എന്നീ അണക്കെട്ടുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇതിൽ മലങ്കരയിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് ഇന്ന് രാവിലെ മുതൽ കുറച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് നടപടി. ശക്തമായ മഴയെ തുടർന്ന് കാസർഗോഡ് പലയിടങ്ങളിലും വെള്ളം കയറി. മടിയൻ, കൂളിക്കാട്, പാലക്കി പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മംഗലാപുരത്തിനടുത്ത് ഉള്ളാൽ ഭാഗത്ത് മരം വീണതിനാൽ ട്രെയിനുകൾ പിടിച്ചിട്ടു. മധുവാഹിനി പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയാണ്. കൊല്ലം ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. രാത്രി തങ്കശ്ശേരിയിൽ റോഡിന് കുറുകെ ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു. പള്ളിക്കൽ നദിയിലെ ആനയടി സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില കടന്നിട്ടുണ്ട്. നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കുട്ടനാട്ടിൽ മഴക്കെടുതി രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. വെള്ളത്തിൽ വീണ് 2 പേർ മരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിലായത്. റോഡുകൾ തോടുപോലെ ആയതിനാൽ ഗതാഗതവും നിലച്ചു. 2 ദുരിതാശ്വാസ ക്യാമ്പുകളും 11 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളുമാണ് കുട്ടനാട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തോട്ടപ്പള്ളി പൊഴി വഴിയും അന്ധകാരനഴി വഴിയും തണ്ണീർബുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ വെള്ളപ്പൊക്ക ദുരിതം ഉടൻ അവസാനിക്കുമെന്നാണ് ജനം കരുതുന്നത്. ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതിയിൽ 2 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആലപ്പുഴ നഗരത്തിലെ ഒരു ഹൗസ് ബോട്ട് ജീവനക്കാരനും പുന്നപ്പുറയിലെ ഒരു മത്സ്യത്തൊഴിലാളിയുമാണ് വെള്ളത്തിൽ വീണ് മരിച്ചത്. കനത്ത മഴയിലും ശക്തമായ കാറ്റിലും തലസ്ഥാനത്തും വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി നിലച്ചു. 15-ലധികം പോസ്റ്റുകളാണ് വീണത്. മരം വീണ് നിരവധിയിടങ്ങളിൽ വീടുകളും വാഹനങ്ങളും തകർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPIM-ന്റെ M സ്വരാജ് മത്സരിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനമെടുത്തതെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. മുൻ MLA ആയിരുന്ന M സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്താണ് രംഗത്തുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി തീരുമാനം ഉടനില്ലെന്ന് PV അൻവർ. ഇന്നത്തെ UDF യോഗം കഴിയും വരെ കാത്തിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നിപ ബാധിത രോഗമുക്തയായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2 സാമ്പിളുകൾ നെഗറ്റീവായെങ്കിലും രോഗി ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല. എന്നാൽ രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ആദ്യ അണുബാധ കണ്ടെത്തി പൂർണ്ണ ഇൻക്യുബേഷൻ സമയം പിന്നിട്ടെങ്കിലും നിരീക്ഷണവും കോൾ സെന്റർ സൌകര്യങ്ങളും തുടരുമെന്ന് മന്ത്രി പറഞ്ഞു. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും നിരീക്ഷണ കാലാവധി പൂർത്തിയായി. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇന്നലെ നടന്ന ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. എലിമിനേറ്ററിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ നേരിടും. ജൂൺ 3-നാണ് ഫൈനൽ. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റായി കരാർ അടിസ്ഥാനത്തിലുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in PB Vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത കൃഷി സങ്കൽപ് അഭിയാൻ സംസ്ഥാനത്ത് തുടക്കമായി. പത്തനംതിട്ട ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിൽ ഇന്ന് ക്യാമ്പയിൻ നടക്കും. ജൂൺ 12 വരെയാണ് ക്യാമ്പയിൻ. കാർഷിക രംഗത്തെ വിദഗ്ധരും ഗവേഷകരും നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരുമായി പങ്കുവയ്ക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 156 പോയിന്റ് താഴ്ന്ന് 81,479-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 48 പോയിന്റ് നഷ്ടത്തിൽ 24,784-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 8,920 രൂപയും പവന് 71,360 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. മഴക്കാലത്തെ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പലയിടങ്ങളിലും കനത്ത നാശനഷ്ടം. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു.
സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെ ഇല്ലെന്ന് മന്ത്രി കെ രാജൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. CPIMന്റെ M സ്വരാജ് മത്സരിക്കും. മലപ്പുറം ജില്ലയിലെ നിപ ബാധിത രോഗമുക്തയായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെയും നിരീക്ഷണ കാലാവധി പൂർത്തിയായി. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.